എല്ലാവർക്കും റാപ്സ് കിഡ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയുടെ സ്വാഗതം. നമ്മളിന്ന് അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ് ഉള്ളത്. ഇന്ന് രണ്ടാം ഉത്സവമാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ വേലകളെയും അതിനെ തുടർന്നുള്ള ബാക്കിയുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ വേലകളെപ്പറ്റി ഇതുവരെ എന്തെങ്കിലും അറിയാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ മൊത്തമായിട്ട് കാണാം. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ വേലകളി ലോകപ്രസിദ്ധമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ കാണാനും ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ വീഡിയോ ബാക്കി കാണാം. ചരിത്രപ്രസിദ്ധമായ അമ്പലപ്പുഴ വേലകളിയാണ് ഇപ്പോൾ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലെ കുളത്തി വേല എന്ന് പറഞ്ഞ കുളത്തിൽ ഉള്ള വേലകളി അഭ്യാസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെ പറ്റി പറയുമ്പോൾ, അവിടുത്തെ വേലകളിയെ പറ്റി പറയുമ്പോൾ, അമ്പലപ്പുഴ വേലകളിയുടെ ഉത്ഭവം തികച്ചും ഈ ക്ഷേത്ര സന്നിധിയിൽ തന്നെയാണ്. ഇതിനൊരു ഐതിഹ്യം പറഞ്ഞു കേൾക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ ഗോപാലകന്മാരുമായി കാളിന്തി നദീ തീരത്ത് ആമ്പലില പരിചയായും ആമ്പൽ തണ്ട് ചുരികയായും എടുത്ത് പടവെട്ടി കളിച്ചുകൊണ്ടിരുന്നു എന്നും അതിൻ്റെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനിലൂടെ ആണ് ചെമ്പകശ്ശേരി ദേവനാരായണന്മാർ ഈ കല അമ്പലപ്പുഴയിൽ രൂപപ്പെടുത്തിയതെന്നാണ് പറയപ്പെടുന്നത്. ഇത് ശരിക്കും വേലകളിക്ക് 3-4 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് കരയിൽ വേല, ഒന്ന് ചിറയിൽ വേല, ഒന്ന് കുളത്തിൽ വേല, പിന്നീട് തിരുമുമ്പിൽ വേല. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കുളത്തിൽ വേലയാണ്. അതുപോലെ തലയിൽ കൊണ്ട കെട്ടി ചുമന്ന പട്ടുടുത്ത്, അരയിൽ മുണ്ടെടുത്ത് ചുമന്ന പട്ടുടുത്ത് അതിൻ്റെ പുറത്ത് കറുത്ത കച്ച കെട്ടി, പുറകിൽ തിരുവോണാകൃതിയുള്ള ഒരു ശരമുണ്ട് അതും കെട്ടി, ഇടത് കഴുത്തിൽ കഴുത്താരവും കയ്യിൽ കൈക്കെട്ടും ദേഹമാസകലം കളഭം പൂശി ഇടത് കൈയിൽ പരിചയും വലത് കൈയിൽ ചുരികയും പിടിച്ചാണ് വേലകളിക്ക് ഒരുങ്ങുന്നത്. വേലകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ പ്രധാനമായിട്ടും വേലത്തകില്, കൊമ്പ്, കുഴൽ, നിലത്താളം എന്നിവയാണ്. ഇന്ന് രണ്ടാം ഉത്സവമാണ്. രണ്ടാം ഉത്സവം മുതൽ 9ാം ഉത്സവം വരെ ഇവിടെ വേലകളി പ്രത്യേക പ്രധാന കാര്യമായിട്ട് അമ്പലപ്പുഴ അമ്പലത്തിൽ ഇന്നും കൊണ്ടാടുന്നു. ഇവിടെ ആദ്യം ഒരു തുടക്കത്തിൽ നമുക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. അത് മാത്രമല്ല, താളം നമുക്ക് പറഞ്ഞു തരുമോ അത്. അപ്പം നമ്മൾ ഇവിടെ കൊട്ടിയാക്കുമ്പോൾ കുറച്ച് ഇതുണ്ട്, ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കളിക്കുന്നതുകൊണ്ട് നമ്മുടെ ഭഗവാന്റെ മുമ്പിൽ വെച്ച്, ആനയുടെ മുമ്പിൽ വെച്ചും കുളത്തിവേലയൊക്കെ കളിക്കുന്നതുകൊണ്ട് സന്തോഷമാണ്. അതൊരു അനുഗ്രഹം തന്നെ, അങ്ങനെ കളിക്കാൻ പറ്റുന്നതിനൊരു അനുഗ്രഹം തന്നെ. ഇത് ഞങ്ങൾ പഠിച്ചെടുത്ത 1 മാസം കൊണ്ടാണ്. ഇത് ആദ്യത്തെ പിള്ളേർ 1 മാസം കൊണ്ട് പഠിച്ചെടുത്തു. പിന്നെ ഞങ്ങൾ ഫുള്ളായിട്ട് പുതിയ പിള്ളേർ 18 പേരും എല്ലാം കൂടെ ചേർത്ത് 28 കൂടുതലുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് 28 കൂടുതലുണ്ടായിരുന്നു. അമ്പലപ്പുഴ വേലകളി സംഘം വെള്ളൂർ തകഴി. ഇത് വെള്ളൂരും മാത്തൂരും ഉണ്ട്. 9ാം ഉത്സവം 9ാം ഉത്സവം തകഴി അമ്പലപ്പുഴ മഹാക്ഷേത്രത്തിൽ തുടങ്ങുന്ന വേലകളിയുടെ 2 ആണ്. ചെമ്പകശ്ശേരി രാജാവിൻ്റെ കാലത്തെ പടനായകന്മാരായിരുന്നു വെള്ളൂർ കുറുപ്പും മാത്തൂ പണിക്കരും. 4 ദിവസം മാത്തൂ പണിക്കരുടെ നേതൃത്വത്തിലും 4 ദിവസം വെള്ളൂർ പണിക്കരുടെ നേതൃത്വത്തിലുമാണ് വേലകൾ നടത്തുന്നത്. ഞാൻ ഈ ജയകുമാർ എന്ന് പറഞ്ഞ വ്യക്തി വെള്ളൂർ സംഘത്തിൻ്റെ ആളും രാജു പണിക്കർ മാത്തൂർ സംഘത്തിൻ്റെ ആളാണ്. ഞാൻ ഏകദേശം 50 വർഷം കഴിയുന്നു വേലകളി രംഗത്ത് തുടർന്നിട്ടും. ഇന്നും ഞങ്ങളെ വെള്ളൂർ കളരിയുടെ പേരും പ്രശസ്തിയും അമ്പലപ്പുഴ എല്ലാ ക്ഷേത്രങ്ങളിലും ഉൾക്കൊള്ളിക്കുവാനും അത് നടത്തുവാനും സാധിക്കുന്നു. കൂടാതെ തലവടി, തകഴി, ആനപ്പറമ്പാൽ, വെട്ടിക്കുളങ്ങര, ഏവൂര്, എരുവ എന്നീ മഹാക്ഷേത്രങ്ങൾ അമ്പലപ്പുഴ വേലകളി സംഘം പരിപാടികൾ നടത്തുകയും ചെയ്യുന്നു.
ചെമ്പകശ്ശേരി രാജാവിൻ്റെ കാലത്താണ് അമ്പലപ്പുഴ വേലകളി ഉണ്ടാകുന്നതും അതിലെ 2 പടനായകന്മാരായിരുന്നു വെള്ളൂർ കുറുപ്പും മാത്തുപ്പണിയും. ഈ വേലകളി ആദ്യമായിട്ടുണ്ടാകുന്ന അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ് വേലകളി ഉണ്ടാകുന്നത്. ചെമ്പകശ്ശേരി രാജാവിൻ്റെ കാലത്താണ്.